അതെ, എന്താ പറയാന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കഴിക്കാഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒരാൾ കമൻറ്റ് എഴുതിയിരുന്നു കുറച്ച് ദിവസം മുന്നേ. ആളെന്താ എഴുതിയത് വെച്ചാൽ മോര് കാച്ചിയത് ഉണ്ടാക്കുമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മോര് കാച്ചിയത് പറയുമ്പോൾ നിങ്ങളായിരിക്കും എന്താ ഇപ്പോൾ മോര് കാച്ചിൽ ഇത്ര അറിയാനെന്നല്ലേ. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണേ ഈ ഒരു ഐറ്റംസിൽ മോരില്ലാതെയാണ് നമ്മൾ മോര് കാച്ചാൻ പോണേ. അപ്പോൾ എനിക്ക് ആ സംഭവം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അറിയൂലേന്നില്ല. അതായത് നമ്മൾ കഴിക്കാത്തൊരു ഐറ്റം ആണല്ലോ. ഒരുപാട് പണ്ട് ഞാൻ കേട്ട് മറന്നിട്ടുള്ളൊരു ഐറ്റം കൂടിയായിരുന്നു അത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കണ്ടേ. അപ്പോൾ അതായിക്കോട്ടെ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ. നമ്മൾ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതാ ഇത്രയും വലിപ്പമുള്ള പുളി എടുത്തുങ്ങാണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തി പുളിവെള്ളമാക്കി മാറ്റി വയ്ക്കുക. ആ പുളിവെള്ളമാണിത്. അരിച്ചെടുത്തിട്ടുള്ള പുളിവെള്ളത്തിന് ഇതാ നമ്മൾ ഇതേപോലെ ഒരു ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. 2 തണ്ട് കറിവേപ്പില തണ്ടോട് കൂടി ഇട്ട് കൊടുക്കുക. പുളിയിൽ ഉപ്പുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ ഉപ്പിടുന്നില്ല, വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഈ നന്നായിട്ടൊന്ന് കത്തിച്ച് കൊടുത്ത് ഈ പുളീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കണം. തിളച്ചോട്ടിട്ട് നമുക്കൊന്ന് അടച്ചും കൂടി വെക്കാം. ഈ ഒരു മോര് കാച്ചലിലേക്ക് കുറച്ച് പച്ചരി നന്നായിട്ട് കുതിർത്തിയെടുത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതാ എൻ്റെ ഒരു കൈപ്പിടിയോളം ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. ആ പച്ചരി നന്നായിട്ട് കുതിർത്തി അരച്ചെടുത്തതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പുളിവെള്ളം നന്നായിട്ട് തിളച്ചു, അതിൻ്റെ ആ ഒരു പച്ചച്ചൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു അരപ്പില്ലേ, അതായത് പച്ചരി നന്നായിട്ട് അരച്ച് വെച്ചത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറുകി വന്നില്ല. ഇത് നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ലൂസ് പരുവാണ് ഇത് വേണ്ടത്. അപ്പോൾ ആ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസ് പരുവാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞേന്നു. അപ്പോൾ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് മറിയണോ, നമുക്ക് തുറക്കട്ടോ. തിളച്ച് നിൽക്കണ ഈ ഒരു സംഭവത്തേക്ക് ഇനി നമുക്കൊരു അരപ്പൊഴിച്ചു കൊടുക്കാണ്ട്. അരപ്പിക്ക് അരമുറി തേങ്ങയിൽ 5 അല്ലി ചെറിയ ഉള്ളിയും 10 അല്ലി വെളുത്തുള്ളിയും 1 സ്പൂൺ നല്ല ജീരകം കൂടി കൂട്ടി നന്നായിട്ട് അരച്ചെടുത്ത ആ അരപ്പാണ് ഒഴിക്കണേ. അരപ്പാണിത്. ഇനി വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നന്നായിട്ട് കുറുകരുത്, കുറച്ചൊരു ലൂസ് വേണം. അഴിച്ചിട്ട് ഒരുപാട് ലൂസും വേണ്ട. ഈ മിക്സിൻ്റെ ജാറൊക്കെ കഴുകി വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ. ഈ തേങ്ങ അരച്ചൊഴിച്ചത് ഒന്നും ഇങ്ങോട്ട് വെന്തോട്ടോ കേട്ടോ അതിൽ കിടന്നിട്ട്. അപ്പോൾ അത് തിളക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നോക്കാം. നന്നായിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളച്ചോട്ടെ. തളച്ചൂട് എന്നിട്ട് വേണം അത് വാങ്ങി വയ്ക്കാനൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് മറിയണുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം വാങ്ങി വയ്ക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മുരിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ ഒരു മോര് കാച്ചിയയിലേക്കാണ്ട് ഒഴിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി വയ്ക്കട്ടോ. കുറച്ച് സമയം അടച്ച് വെച്ചതല്ലേ. അപ്പോൾ അതാ തുറന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കണേ നമ്മളെ മോര് കാച്ചിയത്. അങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ. ഇത് തുറന്നപ്പോ ഒരു നല്ലൊരു വാസന, മോരൊഴിച്ചിട്ടുള്ള കറീൻ്റെ വാസനകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് മോര് കാച്ചിയത്. മോരില്ലാതെ, തൈരൊന്നും ഇല്ലാതെ മോര് കാച്ചിയത്. ഇത് ശരിക്കും ചോറിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ കൂട്ടി കഴിക്കാം. ഇവിടെ അടുത്തൊന്നും ഞാനിതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മ തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും പറയണം, ആ കമൻറ്റ് എഴുതി തന്ന ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഐറ്റത്തിനെ കുറിച്ച് തന്നെ ഓർമ്മ വന്നത്. അതായത് ഇത് ഒരുപാട് പണ്ടുള്ള ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള താത്തമാരൊക്കെയാണ് കാര്യമായിട്ട് ഇത് ഉണ്ടാക്കുക. അപ്പോൾ അവരെ വീട്ടിലുള്ള എന്തെങ്കിലും വിശേഷ ദിവസങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാക്കലെന്നാണ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് നസീമ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണ് അറിയാം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോമ്പിനേഷൻ എന്താ പറയുക, നല്ല ബീഫ് വരട്ടിയതും പയറുപ്പേരിയും പപ്പടം കാച്ചിയതാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കോമ്പിനേഷൻ വരുന്നത്. അതെല്ലാം കൂടി കൂട്ടിയിട്ട് ചോറിൽ കൂട്ടി കുഴച്ചിട്ട് ഈ ഒരു മോര് കാച്ചിയതും കൂടി കൂട്ടി കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത്രേ. അപ്പോൾ അത്രയും പറഞ്ഞ ഐറ്റംസ് ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഞാനെന്തായാലും ചോറിൽ കൂട്ടി കഴിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവുക. അതായത് ഇവിടെ മോര് കറിയൊന്നും എല്ലാവർക്കും വലിയൊരു ഇഷ്ടമില്ല. എനിക്ക് കഴിക്കാനുള്ള അളവിനുള്ളത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ കിഴിശ്ശേരി വീട്ടിലേക്കും പിന്നെ ഇവിടെ അടുത്തുള്ള എല്ലാവർക്കും കൊടുക്കും. മോര് കാച്ചലിൻ്റെ ഒരു രീതിയാണ് ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ രീതിയിൽ മോര് കാച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതുപോലെ നമ്മളെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കേട്ടോ. നമ്മളെ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.